നോക്കടാ, അതാണ്. എടാ ഇതാണാ നീ പറഞ്ഞ വീട്? ആ, ഇതൊക്കെ ചുമ്മാ പറയണേല്ലേ. ഇവിടെ രാത്രി പലപ്പോഴും വെള്ളോടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ. പക്ഷേ അനീഷ് പറഞ്ഞത് അങ്ങനെയല്ല. മാത്രമല്ല എനിക്കൊരു അനുഭവം ഉണ്ടായതല്ലേ. നീ വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ടടാ, എനിക്കാണെങ്കിൽ ചെറിയൊരു പേടി. അതിലിപ്പോ പകലല്ലേ. വാ, നീ വാ. ഡാ വാ. ദേ ഇവിടെ ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. നീ വേണേ അടുക്കളയിൽ പോയി നോക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നോക്കാം. അവിടെ അടുക്കളയിലൊരു പെണ്ണ്. എവിടെ? അവിടെ നോക്കുന്നുണ്ട്. പോടാ അവിടെ നിന്ന്, ചുമ്മാ ആളെ കളിയാക്കല്ലേ. നീ കണ്ടില്ലേ? അവിടെ നിന്ന് എന്റെ കുഞ്ഞമ്മ അടുപ്പിൽ തീയരിക്കണം. പ്രാന്തായവൻ ഇങ്ങനെയുണ്ടാ? നീ കൂടുതലായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കല്ലേ. നീ വരാൻ നോക്ക്. നിക്കടാ, ഞാൻ പറഞ്ഞ സത്യമാടാ. പക്ഷെ അന്ന് കണ്ട പെണ്ണല്ലത്, ഇത് വേറൊരു പെണ്ണാ. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇപ്പൊ പോയ ഊളംപാറ നിനക്കൊരു സീറ്റ് ഒപ്പിക്കുക. നീ വാ. ഞാൻ പറയുന്ന കേക്ക്. ഇവന്റെ ഒരു കാര്യം എന്തോടാ കാണിക്കുന്നേ? ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്തോ സ്വപ്നം കാണല്ലേ? സ്വപ്നം കണ്ട് കണ്ട് കട്ടില് മൊത്തം വൃത്തികേടാക്കും. ഹോ എന്റെ ദൈവമേ, എന്നാണാവോ ഈ ചെറുക്കനൊരു പെണ്ണ് കിട്ടണം. എത്ര ആലോചനകൾ വന്നതാ, ഒന്നും അങ്ങോട്ട് ശരിയാവണമില്ല. മിഴിച്ചിരിക്കാണിട്ട് പോടാ. എടി ഇന്ന് കാപ്പിക്ക് എന്താടി? കാപ്പിക്ക് ഇതേ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നും അപ്പ അപ്പ അപ്പ. ഹൈ ഡാഡാങ്ങം, ഇന്നെന്താണ് കഴിക്കാനുള്ളത്? കുമ്പാറിനെത്തി. അമ്മേ, ഈ അച്ഛനോട് മിണ്ടായിരിക്കാൻ പറയണേ. പിന്നെ മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങണമെന്ന് എന്തോന്നാടാ ഞാൻ വിളിക്കേണ്ടത്? അതെ, ഈ അച്ഛൻ അമ്മയ്ക്ക് എവിടെ നിട്ടി? ആ പറഞ്ഞിട്ട് എന്ത് കാര്യം, പറ്റിപ്പോയില്ലേ? നിനക്കല്ലടി പറ്റിയത്, എനിക്കാണ്ടി പറ്റിയത്. അല്ല എടാ നിനക്കറിയോ? ഓ മതി മതി മതി, ഞാൻ ഒരുപാട് വട്ടം കേട്ടതാ. വഴക്ക് വേണ്ട, ഞാൻ പോണു. ഡാടാ അവിടെ നിക്ക്. ദേ നിങ്ങളാ കാര്യം ഒന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞേ. ആ മക്കളെ, നീ ഇനി ഒരു വീട്ടിലും പെണ്ണാണാൻ പോണ്ട. അതെന്താ അച്ഛൻ ചായ കുടിച്ച് പടുത്താ? അല്ലടാ, എൻ്റെ ഒരു കൂട്ടുകാരൻ രംഗ അങ്ങ് തമിഴ്നാട്ടിൽ മധുരയിൽ താമസമുള്ളവർ നിനക്കറിയാലോ? ആ അറിയാം. അതിനിപ്പോ എന്താ? അവനും അവൻ്റെ മോളും നാട്ടിലേക്ക് വരും. ഇനി അവർ തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് അവൻ്റെ മകളെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെന്താ, ഇനി കാണാമല്ലോ. അമ്മയില്ലാത്ത കുട്ടിയല്ലേടാ അവള്. ആ നോക്കാം. ഇവന് താല്പര്യം നിന്റെ മോനല്ലേ? എടാ നീ പെണ്ണുങ്ങളെയൊക്കെ സ്വപ്നം കണ്ട് കണ്ട് നിനക്ക് എവിടെ ചെന്നാലും പെണ്ണുള്ള ഒരു ഫീല് പോകും. അതൊരു അസുഖമാണ്. അന്നൊരു ദിവസം അനീഷ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ വീട്ടിൽ പോയത്. പക്ഷെ എനിക്ക് വീട് മാറിപ്പോയി. പിന്നെ നീ അന്ന് രാത്രി ഒരു പെണ്ണുമായിട്ട് അവിടെ ചെലവഴിച്ചത് എങ്ങനെ? അവള് യക്ഷിയായിരുന്നടാ. പക്ഷെ നമ്മൾ അന്ന് പോയപ്പോൾ അന്ന് അടുക്കളയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറൊരു പെണ്ണ. മതി മതി, വാ നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. അങ്ങനെയല്ലടാ, സത്യോടാ. വലിച്ചു തള്ളു, നിന്റെ അണ്ണാക്ക് പോകട്ടെ. ഇവിടെ നിന്നുള്ള ഒരു പോലീസിന്റെ കിലുക്കം. എവിടെ? ഞാൻ ഒന്നും കേട്ടില്ലല്ലേ. എന്താടാ? ഒരു പെണ്ണ് തൊഴിൽ ഓടിപ്പോയടാ. ഇവന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉളമ്പാറ കൊണ്ടുപോണ്ട സമയം കഴിഞ്ഞു. അല്ലടാ, ഞാൻ പറഞ്ഞ സത്യമാ.
നീ വന്നേ, വാ നമുക്ക് പോവാം. പേസ്റ്റ് ഇവിടെ തീരെ അറിയില്ല. ഡാ, ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരല്ലേ രംഗൻ, ആ അവനിപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ പോയി കണ്ടിരുന്നു. ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? തിങ്കളാഴ്ച പെണ്ണാണാൻ പോണം. ഓക്കേ. അളിയാ, ആ അതെ, തിങ്കളാഴ്ച എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. അപ്പം അളിയൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി നമ്മളൊക്കെ ഉള്ളു ബാക്കി. അടേ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും തോന്നരുത്, എന്നെ വിശ്വസിക്കണം. നീ ആദ്യം കാര്യം പറയടാ. അത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി അമ്പലത്തിൽ പോയപ്പോൾ ഒരു പെണ്ണ് അതുവഴി ഓടിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഞാനന്ന് അടുക്കള വെച്ച് കണ്ട പെണ്ണാടാ. നമോ വാദം. തിങ്കളാഴ്ച പെണ്ണ് കാണാൻ പോകണേ ഇല്ലേ? അപ്പം കാണാം. നിക്കടാ, ഞാൻ പറയട്ട്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമുക്കൊന്ന് ഒരുമിക്കാൻ പറ്റിയത് ഭാഗ്യമായി. ഞാൻ ഇവനോട് എപ്പോഴും പറയും നാട്ടിൽ വന്ന് താമസിക്കാൻ. ഇവൻ കേൾക്കത്തില്ല. എനിക്കിപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം. എന്നാലും ഇനി തിരിച്ചു പോകുന്നില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. നിങ്ങളുടെ മോളെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അവള് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുവാണല്ലേ? ആ, ഇനി ഇവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാനാ പ്ലാൻ. ആ, മോനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, ഇനി കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. അവനിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നീ മോളെ വിളിക്ക്, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കട്ടെ. ആ മോളെ, മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചിലെ കണ്ടതാ. ഇല്ല ആന്റി, വർഷം കുറെ ആയില്ലേ, അതുകൊണ്ട് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ആ രംഗ, ഇനിയിപ്പോ പെണ്ണും ചെക്കനും എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവോ? ആവോ? ആ മോൾ ചെല്ല്. അവിടെ ഇത് കൈയിട്ട് എവിടെ പോയത്? എന്തോന്ന് പറയുന്നു? ഇതാ മോനെ കുടിക്കും. എനിക്ക് പറ്റിയത് മതിയായിരുന്നു. ആ ഓക്കെ. അളിയാ, ആ എന്താടാ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കിയായിരുന്നു. തിരുമേനി എന്ത് പറഞ്ഞു? നീ പറഞ്ഞതെല്ലാം സത്യമാടാ. എന്നാ തിരുമേനി പറഞ്ഞത് ആ വീട്ടിൽ യക്ഷിയുണ്ടെന്ന്. പിന്നെ ഞാൻ മറ്റോളെ കുറിച്ച് തിരക്കിയായിരുന്നു. അന്ന് നിന്നോട് ആടിക്കൊടഞ്ഞില്ലേ അവളെ പറ്റി. അവളെ ലക്ഷ്യമൊന്നുമല്ല, പണ്ടവിടെ ജോലിക്കുന്ന ഏതൊരു സ്ത്രീയുടെ മോളാ. മഹാ ഉടായിപ്പാ. അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച കള്ളവാടാ. ഭാഗ്യം കൊണ്ടാണ് ഞാൻ വീണ്ടും അകത്ത് കയറിയപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയത്. അവളിപ്പോൾ അവിടെ ഇല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പറയാം. അപ്പോൾ പിന്നെ നീ അന്ന് നിലവിളി കേട്ടതും ബൈക്കിൽ നിന്ന് വീണതൊക്കെയോ? അത് അവളുടെ കളിയാടാ, ആ യക്ഷിയുടെ. ഏത് യക്ഷി?
അന്ന് നീ അവളല്ലാതെ മറ്റാരെങ്കിലും അവിടെ കണ്ടോ? ആരെയും കണ്ടില്ല, പക്ഷെ ആളാരാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ആരാ? അവളോ? അപ്പോൾ അതാണ് നീ അന്ന് ആ പെണ്ണ് കാണാൻ പോയപ്പോൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചത്. உங்களுக்கு என்ன தெரியுமா? താനാരാ? ഹിമ. ഏത് ഹിമ? அந்த வீட்டு கிச்சன்ல வச்சென்ன பாத்தீங்கல்ல, அந்த கோவில் வச்சென்ன பாத்தீங்கல்ல, அந்த வீட்டில் ஒரு பொண்ணு கூட ஆடி பாடி சந்தோஷமா இருந்தீங்கல்ல, கடைசியில் நீங்க அவளை ஒரு பேய்னு தானே நினைச்சீங்க. அவ ஒரு சாதாரண பொண்ணுதான். உங்களோட விஷயத்தில் ஒரு தீர்மானம் எடுக்கிறேன்னு சொல்லி தானே அங்கிருந்து வந்தீங்க. இப்ப அவ அங்க இல்ல, இனி அவ அங்க வரவும் மாட்டான். இந்த கல்யாணம் வேண்டான்னு சொல்லிடு. நீ எங்க போனாலும் நான் பின்னாடிதான் இருப்பேன். അവളെന്തിനാ നിന്റെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ? അറിയില്ലടാ, പക്ഷെ ഇപ്പം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത്?